അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്ന ഉസ്ബെക്കിസ്ഥാൻ യാത്ര യാഥാർത്ഥ്യമാകുന്നു. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ നേത്രാവതി എക്സ്പ്രസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ രാവിലെ 9:15 നേത്രാവതി. ഞാനും അനുക്കുട്ടിയും മോളും കൂടി ഇറങ്ങുന്നു. പെട്ടെന്ന് റെഡിയാകാണ്. ഇപ്പോൾ 8 മണി 7:30 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ. ബോയിച്ചേട്ടൻ കൊണ്ട് വിടും റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഞങ്ങൾ കൊച്ചിയിൽ അപ്പാർട്ട്മെൻറ്റിലുണ്ടാകും. ബാഗെല്ലാം പാക്ക് ചെയ്താണ് പോകുന്നത്. എങ്കിലും ലാസ്റ്റ് മിനിറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട്. അത് എനിക്കൊന്ന് കൊച്ചി ചെന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും പുറത്തിറങ്ങും. വൈകുന്നേരം രാത്രി 12:30 ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തണം. അതാണ് അവിടെ ആയിരിക്കും ബാക്കി നമ്മുടെ കൂടെ എല്ലാം യാത്ര ചെയ്യുന്ന നമ്മളോടൊപ്പമുള്ള നമ്മുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ഫാമിലി ട്രിപ്പ് പോലെ പോവുകയാണ്. ലേഡീസ് ഒളി ട്രിപ്പ്. ഓക്കെ, ഇതിലെ ഏറ്റവും പൊടിയായിട്ടുള്ള ലേഡിയാണ് നമ്മുടെ പുടുമോളാണ്, ഏറ്റവും ചെറിയ പെൺകുട്ടി ആ കൂട്ടത്തിൽ. ഓക്കെ, അപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കിടാം. ലിഫ്റ്റ് തപ്പി പോവുകയാണ്. എന്ത് ദൂരം നടക്കണം ലിഫ്റ്റിൽ പോവുകയാണെങ്കിൽ. അപ്പുറത്തെ 3rd പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഏതായാലും അകത്തേക്ക് കയറി ഒന്ന് സെറ്റിലാകണം. അങ്ങനെ നാനാവതി എക്സ്പ്രസ്. ഇത് പുടുമോളുടെ 2nd ജേണിയാണ് ട്രെയിനിൽ. ഒരു പ്രാവശ്യം ഞങ്ങൾ വിസയുടെ ആവശ്യത്തിന് കൊച്ചി വരെ പോയിരുന്നു മോളുമായിട്ട്, UK വിസയ്ക്ക് വേണ്ടിയിട്ട്. ദിസ് ഇസ് 2nd ജേണി. ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ഭയങ്കര അന്ന്. പക്ഷേ ഞങ്ങൾ വന്ദേ ഭാരതിലാണ് പോയത്. ഇത് വേറെ ടൈപ്പ് ഓഫ് സ്ലീപ്പർ ടൈപ്പ് അല്ലേ, ഇതിന് ഇങ്ങനെ കിടന്നൊക്കെ പോകാമല്ലോ. വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങളിതിനകത്ത് സെറ്റിൽഡായി കാര്യമായിട്ട്. മോള് വളരെ എക്സൈറ്റഡ് ആണ്. പുറത്തേക്കൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷം. റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിലെത്തി. എറണാകുളം സ്റ്റേഷൻ. ഇത് സൗത്ത് സ്റ്റേഷനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് വാഹനം വിത്ത് ഡ്രൈവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ യങ് ബ്രദർ നാഗരാജ ഹൈക്കോർട്ടിലാണ്. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ട്രിവാൻഡ്രത്തേക്ക് പോയ ദിവസമാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കൊളീഗും ഫ്രണ്ടുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷൈജു ഹസൻ്റെ കാറ് വിത്ത് ഡ്രൈവർ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതൊക്കെ ആയിട്ട് അവരും നമ്മളോടൊപ്പം തന്നെ വെയിറ്റ് ചെയ്യാണ്. കാറ് വന്നു, ഇനി കാറിലേക്ക് കയറാം. 2 സ്ഥലത്തും പോർട്ടേഴ്സിൻ്റെ സഹായം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്താണെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോൾ, ഇപ്പോൾ കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ എറണാകുളത്താണെങ്കിലും കുറച്ച് കൂടുതൽ ബാഗ് ഉള്ളതുകൊണ്ട് അവരുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മോളൊക്കെ ഉള്ളതല്ലേ. പിന്നെ നേരെ നമ്മുടെ 2nd ഹോം. അങ്ങനെ 2nd ഹോം എത്തി. 2nd ഹോം. കൊടുമോളും അനുക്കുട്ടിയും ഞാനും. കൊടുമോൾ ഇസ് വെരി ഹാപ്പി. ഓർമ്മ വരുന്നുണ്ട്. അനുക്കുട്ടി ആ ലൈറ്റും കൂടി ഇട്ടാലോ, ട്യൂബ് ലൈറ്റ്. ഇങ്ങനെ നേത്രാവതി എക്സ്പ്രസ് ഒരു വലിയ ഗുണമൊന്നുമില്ല എന്ന് പറയാം. ഓക്കെ, ഒരുപാട് പിന്നെ എന്താ പറയുക, കച്ചവടക്കാരുടെ ശല്യമാണ് അകത്ത്. ടു മച്ച് ഓഫ് വെൻഡേഴ്സ് ഇൻസൈഡ്. നമുക്കൊരു സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും എത്തിയല്ലോ. ഇനിയൊന്നുമില്ല. ഇനി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യുന്നു. നമ്മൾ സ്വിഗ്ഗി പറയാൻ പോണു. എനിക്ക് ബിരിയാണി, അനുകുട്ടിക്ക് എന്താണെന്ന് തീരുമാനിച്ചില്ല. മോൾക്ക് പൗച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് രാത്രി ഒരു 11:30 കൂടി ഇവിടുന്ന് എയർപോർട്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അനുകുട്ടിക്ക് ഏതാണ്ടൊന്ന് 1-2 സാധനം വാങ്ങിക്കാനുണ്ട്. H&M വരെ ഒന്ന് പോകണം. ഓക്കെ, അത് കഴിഞ്ഞാൽ to the airport 11:30. ഉസ്ബെക്കിസ്ഥാൻ യാത്ര തുടങ്ങുന്നു. എത്ര എക്സൈറ്റഡ്! അയ്യോ, തളർന്നതാ കിടക്കുന്നു. അപ്പോൾ കൊച്ചിയിലെ നമ്മുടെ 2nd റൂമിൽ തന്നെയാണ്. ഇപ്പോൾ രാത്രിയായി, ഒരു 10:30 മണിയായി ഏകദേശം. ഒരു 11:30 ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. മോളെ പുടുമോളുണ്ട്, അനുകുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഡ്രസ്സിങ്, ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചിങ് കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗിൽ നിന്നൊക്കെ മാറ്റുന്നു, എടുക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ ഒരു 11:30 പോകാം. അങ്ങനെ 11:30 ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. 3:30 ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റ്. ക്ലിയറിങ് പരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ രാത്രി കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകാൻ സമയമാകുന്നു. അപ്പോൾ കാറ് ഡ്രൈവറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ അഡ്വക്കേറ്റ് ഷൈജും കൂടി വന്നിട്ടുണ്ട്. ഈ കാറിൻ്റെ ഉടമസ്ഥൻ എത്തിയിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ കൊളീഗ് ആൻഡ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അനിയൻ ട്രിവാൻഡ്രത്ത് പോയിരിക്കുന്ന സമയമായതുകൊണ്ട് ഷൈജും കൂടി വന്നു. എന്തായാലും കൊച്ചിൻ എയർപോർട്ടിലേക്ക് വിടാനായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അതൊരു വലിയ സന്തോഷം.
എയർപോർട്ട് പ്രൊമൈസസ് എത്തിക്കഴിഞ്ഞു, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. എന്നോടൊപ്പം ഈ യാത്രയിൽ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ട്രാവൽ വിത്ത് ലക്ഷ്മി നായരുടെ കൂടെയുള്ള ബാക്കി ടീം മെമ്പേഴ്സും ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2 പേര് മാത്രം എത്താനുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങളിൽ പലരും ഫസ്റ്റ് ടൈമാണ് പരസ്പരം കാണുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാൾ ഇതിനകത്തുണ്ട് കേട്ടോ, അതായത് സൈനബ അലി, വയനാട്ടിൽ നിന്ന്. എൻ്റെ പഴയ സുഹൃത്താണ്. നമ്മുടെ പാചകറാണിയുടെ കാലം തൊട്ട് തുടങ്ങിയൊരു ബന്ധമാണ്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയിലും ഞാൻ ഒരു പ്രാവശ്യം സൈനബ അലിയുടെ വീട്ടിൽ പോയി ഒരു കുക്കിംഗ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു സുഹൃത്താണ്, കുടുംബ സുഹൃത്താണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യമാണ് കാണുന്നതെങ്കിലും ബാക്കി ആൾക്കാരുമായിട്ട് നമുക്കൊരു പരിചയക്കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടില്ല കേട്ടോ. ഭയങ്കര സ്നേഹം തോന്നി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഡെവലപ്പായി കഴിഞ്ഞു. ഫ്ലൈറ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, നമ്മുടെ ഇമിഗ്രേഷൻ, പിന്നെന്താ ബാഗേജ് ചെക്ക് ഇൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എയർപോർട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുടുമോളുടെ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് മോളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവിടെ എല്ലാം ഇഴഞ്ഞ് കിടക്കുന്നു. നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നടക്കും, പിന്നെ മുട്ടുകാലിൽ എഴയും. അങ്ങനെ ഒരു വലിയ സന്തോഷത്തിൽ പുള്ളിക്കാരി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നു. വളരെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു മോളും. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് എല്ലാവരും ഒരു ടീമായിട്ടാണ് മൂവ് അറൗണ്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ആൾ നമ്മളോടൊപ്പം ഉണ്ട്. അതാണ് നമ്മുടെ ടീം ലീഡർ മിസ്റ്റർ പ്രേം. നമ്മളെല്ലാവരും ബാബു എന്നാണ് വിളിക്കുന്നത്. കാര്യം ഇൻസിഡൻ്റ്ലി ബോയിച്ചേട്ടൻ്റെ ഫസ്റ്റ് കസിനാണ് പ്രേമാണിപ്പോൾ ഈസ്റ്റ് വിങ് ട്രാവൽസിൻ്റെ ഇന്ത്യയുടെ ഹെഡാണ്. അപ്പം പ്രേം നമ്മളോടൊപ്പം നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ട്രാവല് കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ലീഡ് ചെയ്യുന്നതും പ്രേമാണ്. അതൊരു വലിയ സന്തോഷമായി. കാര്യം നമുക്ക് പേഴ്സണലി ബന്ധമുള്ള ആളാവുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരു അംഗം കൂടി ഉള്ളതുപോലെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം. എന്തായാലും പുടുമോൾക്ക് ഈ യാത്രയിൽ കൂടുതൽ അമ്മമ്മമാരെ കിട്ടിയിരിക്കുവാണ്. എല്ലാവരും പുടുമോളെ ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെ ഫൈനലി നമ്മുടെ ബോർഡിങ് സമയമെത്തി. ബൈ ദ ടൈം മോൾ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറുകയാണ് ഫ്ലൈറ്റിലേക്ക്. നമ്മൾ ലാസ്റ്റ് പാസഞ്ചേഴ്സ് മൂളുറങ്ങി. സമയം ഇപ്പോൾ 3:30 അല്ലേ? ഒരു 3.5 മണിക്കൂർ സമയമാണ് ഇനി ഇവിടെ നിന്നും, കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്ക്. അപ്പോൾ ഷാർജയാണ് ട്രാൻസിറ്റ് എയർപോർട്ട്. അങ്ങനെ ഷാർജയിൽ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇനി ഇവിടെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നുമില്ല, 1.5 മണിക്കൂറോ 2 മണിക്കൂറിനകത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ സമയമാകും. അപ്പോൾ ഇതൊരു ട്രാൻസിറ്റ് എയർപോർട്ടെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഫ്ലൈറ്റിൽ നിന്നും നമ്മൾ എയർപോർട്ടിനകത്തേക്ക് കയറുന്നു. ഇപ്പോൾ ഷാർജ എയർപോർട്ടിൽ ഞാൻ വന്നിട്ട് കുറേ നാളായി. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു. കുറേ കൂടിയൊക്കെ ഡെവലപ്ഡ് ആയതുപോലെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഷാർജ എയർപോർട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റി, ചെക്ക് ഇൻ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ബോർഡിങ്ങിന് സമയമാകും. എന്തായാലും എല്ലാവരും ഒന്ന് ഫ്രഷ് ആകാനായിട്ടൊക്കെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള വെയിറ്റിംഗ് ആണ്. കൊടുമോള് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, പിന്നെ എഴുന്നേക്കും, പിന്നെ വീണ്ടും ചെറുതായിട്ടൊന്ന് മയങ്ങും. അങ്ങനെ വളരെ ജോളിയായിട്ടിരിക്കുവാണ്. ഓക്കെ, ഇനി നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും
ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. ആൻഡ് ഗോയിങ് സ്ട്രേറ്റ് ടു ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിലേക്കാണ് പോകുന്നത്. താഷ്കൻഡ് ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 3.5 മണിക്കൂറാണ് ഷാർജയിൽ നിന്നും താഷ്കൻഡിലേക്ക്. ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ ലാൻഡ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞു. വി ആർ ടച്ചിങ് ദ ക്യാപിറ്റൽ ഓഫ് ഉസ്ബെക്കിസ്ഥാൻ, താഷ്കൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റെല്ലാം അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ, നമ്മുടെ നല്ലൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു, വലിയ കുഴപ്പമില്ല. എയർ അറേബ്യയാണ്, ഒരുപാട് ലക്ഷറി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ താഷ്കൻഡ് എയർപോർട്ടിലേക്ക് ഞങ്ങളൊരു ടീമായിട്ട് മുന്നേറുകയാണ്. ഇനിയും കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, എല്ലാ എയർപോർട്ട്സിലും ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ്, ബാഗേജ് ക്ലിയറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വരുമല്ലോ, ബാഗേജ് ചെക്ക് ഇൻ ചെയ്യൽ. ഇതിപ്പോൾ ബാഗേജൊക്കെ നമുക്കൊന്ന് ക്ലെയിം ചെയ്തെടുക്കണം. പിന്നെ വിസ എല്ലാം കാണിച്ചിട്ട് നമ്മളെന്തായാലും എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല, സെൻട്രൽ ഏഷ്യ. അപ്പോൾ ആദ്യമായി നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ്റെ മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ശുഭമുഹൂർത്തമാണിത്. ഇവിടെ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഈസ്റ്റ് വിങ് ട്രാവൽസിൻ്റെ തന്നെ ബസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമുക്ക് വളരെ ലക്ഷറിയസ് ആയിട്ട് കംഫർട്ടബിളായിട്ട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പിക്കപ്പ്, നമ്മുടെ സൈറ്റ് സീയിങ്, എല്ലാ കാര്യങ്ങളും വെൽ പ്രൊവൈഡഡ് ആണ്, എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. അതിവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി എല്ലാ കാര്യങ്ങളും. ഒരു ബ്ലൂ കളറിലെ ബസ് വാസ് വെയിറ്റിംഗ് ഫോർ us. അപ്പോൾ എല്ലാവരും ബസ്സിലേക്ക് കയറി കഴിഞ്ഞു. ഒരു ലോക്കൽ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലോക്കൽ ഗൈഡിനെയും പരിചയപ്പെടുന്നു. ഷി വാസ് എ ലേഡി. അപ്പോൾ അവർ ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ട്, ഇവിടുത്തെ ലാംഗ്വേജും സംസാരിക്കും. ഇനി നമ്മളുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ്റെ മണ്ണിലൂടെയാണ്. അങ്ങനെ ലേഡീസ് ഒൺലി ട്രിപ്പ് ടു ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ ഒഫീഷ്യലി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്നാണ്. സെൻട്രൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണിത്. ചരിത്രപരമായും സാംസ്കാരികമായും വളരെയധികം പെരുമ അവകാശപ്പെടാനുള്ള മനോഹരമായ രാജ്യം. ഇറ്റ്സ് എ ലാൻഡ് ലോക്ഡ് കൺട്രി in Central Asia and used to be a part of former Soviet Union until it attained independence in 1991. 1991 വരെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഈ രാജ്യം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ. ഓൾമോസ്റ്റ് 448,900 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഈ രാജ്യത്തിന്റെ വിസ്തൃതി അഥവാ ലാൻഡ് ഏരിയ. മരുഭൂമികളും മലനിരകളും കൃഷിസ്ഥലങ്ങളും നഗരപ്രദേശങ്ങളും ഒക്കെയായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ഈ പ്രദേശമാകെ. ഉസ്ബെക്കിസ്ഥാന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും.
ഒരു കാലത്ത് ഏറ്റവും ജനസാന്ദ്രമായ ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സെൻട്രൽ ഏഷ്യയിലെ പ്രധാന സ്ഥലമായിരുന്നു ഇത്. ചൈനയുടെയും യൂറോപ്പിന്റെയും ഇടയിൽ സിൽക്ക് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെന്ററായി കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടം. വലിയ വ്യാപാര കേന്ദ്രമായിരുന്നതിനപ്പുറം ധാരാളം കൾച്ചറൽ ഇന്ററാക്ഷൻസ് അഥവാ സാംസ്കാരിക കൂട്ടായ്മ അല്ലെങ്കിൽ സാംസ്കാരിക ഒത്തുചേരലുകളുടെയും കേന്ദ്രമായി ഉസ്ബെക്കിസ്ഥാൻ മാറിയിരുന്നു. ഈ രാജ്യത്തിന്റെ സമ്പന്നതയും പ്രാധാന്യവും പല പ്രമുഖരായ സാമ്രാട്ടുകളെയും ഇവിടേക്ക് ആകർഷിച്ചു. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ചെങ്കിസ് ഖാൻ, ടിമൂർ ഇവരൊക്കെയായിരുന്നു അവരിൽ ചിലർ. 328 BC-യിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശമാകെ. 1219 മുതൽ 1225 ആ കാലഘട്ടത്തിൽ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ മംഗോളിയൻ ഇൻവേഷൻ നടന്നൊരു കാലമായിരുന്നു. ആ സമയമാണ് ഈ പ്രദേശമാകെ മാറി മറിഞ്ഞത്. സെൻട്രൽ ഏഷ്യൻ പ്രദേശത്തെ കംപ്ലീറ്റ് മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ ആക്രമണങ്ങൾ ഉസ്ബെക്കിസ്ഥാനെയും ഒരുപാട് മാറ്റിമറിച്ചു, ഒരുപാട് നാശനഷ്ടങ്ങളും വരുത്തി. ഉസ്ബെക്കിസ്ഥാൻ വാസ് ഡീപ്ലി പ്ലണ്ടേർഡ് ത്രൂ ഔട്ട് ഹിസ്റ്ററി എന്ന് തന്നെ പറയാം. ഉസ്ബെക്കിസ്ഥാന്റെ സമ്പന്നത എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് റിച്ച് കൺട്രിയാണിത്. ലോകത്തിലെ തന്നെ 4ാമത്തെ, ദാറ്റ് ഈസ് 4th ലാർജസ്റ്റ് ഗോൾഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈൻസ് ഈ പ്രദേശത്ത് നിന്നാണ്. അത് ഗോൾഡ് പ്രൊഡ്യൂസേഴ്സ് ഗ്ലോബലി എന്ന് പറയാം. 4th പ്ലേസ് ആണ് ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഗ്ലോബലി ഈ രാജ്യത്തിന് അവകാശപ്പെടാനുള്ള ഒരു സ്ഥാനം. ഇത് കൂടാണ്ട് നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള ഒരുപാട് വിലപിടിപ്പുള്ള ട്രഷേഴ്സ് ഇവിടെയുണ്ട്. അതായത് യുറേനിയം, കോൾ, ഓയിൽ, ഗ്യാസ് ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്. അതുകൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ രാജ്യം. ഇവിടുത്തെ ഭൂപ്രകൃതി വളരെ ഫെർട്ടൈലാണ്. ഈ ടെറൈൻ അത്രത്തോളം ഫെർട്ടൈൽ, വളരെ നല്ല ഒരു ടെറൈനാണ്. നല്ല എന്താ പറയുക, ഇഷ്ടം പോലെ കൃഷി നടത്താൻ പറ്റിയൊരു പ്രദേശവും കൂടിയാണ്. കോട്ടൺ കൃഷിയാണ് ഇവിടെ മുഖ്യം. പിന്നെ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ധാരാളം വളരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഉസ്ബെക് ലാംഗ്വേജും റഷ്യൻ ലാംഗ്വേജുമാണ് കൂടുതലായിട്ടും ജനങ്ങൾ ഉപയോഗിക്കുന്നത്. 90% ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ്. എങ്കിലും അറബ് കൾച്ചറിൽ നിന്നും വ്യത്യസ്തമായി മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലും വസ്ത്രധാരണ രീതിയിലുമൊക്കെ വളരെയധികം സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. Even today, Islamic atmosphere in this region is preserved in all its glory. People of Uzbek takes pride in their culture and history. വളരെ വിധിയേറിയ റോഡുകളാണ് ഇവിടെ, 7 ലൈൻ റോഡ്സ്. അതുപോലെ നിറയെ പച്ചപ്പുള്ളൊരു നഗരം. നഗരത്തിൻ്റെതായ തിക്കും തിരക്കും ഉണ്ടെങ്കിലും നമുക്കതൊട്ടും തന്നെ ഫീൽ ചെയ്യില്ല. അത്രയും വിസ്തൃതിയിലാണ് ഈ നഗരം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ സിറ്റി ഒരേ സമയം മോഡേണും അതുപോലെ തന്നെ ട്രഡീഷണലുമാണ്. 1966 അതായത് 1966 കാലഘട്ടത്തിൽ ഒരു വലിയൊരു ഭൂകമ്പം ഇവിടെ ഉണ്ടാവുകയും അതിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയുകയും ഒരുപാട് ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവുകയും ചെയ്തു. അതെല്ലാം തന്നെ ആ ബിൽഡിങ്സ് എല്ലാം റീബിൽഡ് ചെയ്ത് കുറച്ച് മോഡേൺ ആൻഡ് ആ ഒരു രീതിയിലേക്ക്, ആ ട്രഡീഷൻ പ്ലസ് ആ ഒരു മോഡേൺ ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ തന്നെ വളരെ വളരെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിക്കും. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലും മോസ്കോയും സെയിന്റ് പീറ്റേഴ്സ്ബർഗും കഴിഞ്ഞാൽ താഷ്കണ്ട് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് ഹബ്ബ്. ഇപ്പോഴും തലസ്ഥാനമായ താഷ്കണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന ഏതൊരു സന്ദർശകനും ആദ്യം എത്തുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ താഷ്കണ്ട് തന്നെയാണ്, അതായത് ക്യാപിറ്റൽ ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. ഇനിയാണ് നമ്മുടെ ഉസ്ബെക് ടൂർ തുടങ്ങുന്നത്. ഇവിടെയുള്ള വിശേഷങ്ങൾ എല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടാവും, ഞാനും എന്നോടൊപ്പമുള്ള നമ്മുടെ ടീംമേറ്റ്സും. വെൽക്കം ടു താഷ്കണ്ട്, the capital of Uzbekistan. ഹോസ് മീറ്റ് ഒക്കെ നോക്കിയേ, ഹോസ് മീറ്റിന് സോസേജ് രക്ഷയില്ല. ഈ ഷോപ്പിൻ്റെ പേര് മില്ലി. ഓക്കെ, ഇവിടെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുവാണ്. എത്തിയതേ ഉള്ളൂ. ഉസ്ബെക്കിൽ സോ നൈസ്. അവർക്കൊരു ഓപ്പൺ കിച്ചണൊക്കെയാണ് കോൺസെപ്റ്റ് വൈസ്.
ഭയങ്കര ഡിസ്പ്ലേയുടെ ഒരു ഏരിയ തന്നെയുണ്ട്. ഇനി ഭക്ഷണം എന്താണ് സ്പെഷ്യൽ, നമ്മളിവിടെയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കാര്യങ്ങൾ. കുറച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉള്ളൂ. എങ്കിലും നമ്മൾ റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകും. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ലഞ്ച് കഴിക്കാൻ വന്ന സ്ഥലത്ത് തന്നെ ഭയങ്കര ഇമ്പ്രസീവായി കഴിഞ്ഞു. അടിപൊളി വെറൈറ്റീസ് ഫുഡിൻ്റെ ഒരു ഏരിയ ആണല്ലോ ഇവിടെ. ഇവിടെ ഒരു ഗാസ്ട്രോണമി ടൂറും കൂടിയാണ്. ഓക്കെ, റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. ചിക്കൻ സൂപ്പ്, പംകിൻ സമോസ, ഇതെല്ലാം മുറിക്കുമ്പോൾ അകത്ത് പംകിൻ സ്റ്റഫിങ്ങാണ്. ജസ്റ്റ് ബേക്ഡ് സമോസാസ് എന്നാണ് പറയുന്നത്. ചിക്കൻ ആൻഡ് വെജീസ്. പിന്നെ എക്സ്ട്രാ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ഉണ്ട് വേറെ. വെരി നൈസ്. ഓ, ടേസ്റ്റി അടിപൊളി. ഹോസ് മീറ്റ് ആൻഡ് ഒരു നൂഡിൽ പോലെ അവർ ഫ്ലവർ വെച്ചുണ്ടാക്കുന്നതാണ്. അതിങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ കാണാം. ഇത് ബീഫ് മിൻസ്, അത് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയുണ്ട്, പെപ്പർ പൗഡർ. അവരിങ്ങനെ ഷീറ്റ്സ് ഉണ്ടാവും ഫ്ലവറിൻ്റെ, അതിനെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് നൂഡിൽ പോലെ. പിന്നെ ബീഫിനെയും ചങ്കി പീസസ് അല്ലെങ്കിൽ ഹോസ് മീറ്റ് ഇങ്ങനെ ഭയങ്കര ഫൈൻലി ചോപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോസസ്സാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്തത്. ഹോസ് മീറ്റ് ഇവിടുത്തെ ഡെലിക്കസി. ഹോസ് മീറ്റ് ഷീറ്റ്സ് ആ ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് ആ ഷീറ്റ്സിൽ നിന്ന്, ഫ്ലവർ ഷീറ്റ്സ്. പാസ്തയൊക്കെ പോലെ തന്നെയാണ്. എന്തുമാത്രം സ്നാക്സ്, സേവറീസ് ആൻഡ് സ്വീറ്റ്സ്, പേസ്ട്രീസ്. ഇത് ഇവിടുത്തെ എല്ലാം ലോക്കൽ പ്രോഡക്റ്റ്സാണ്. ഇവരുടെ എല്ലാം ബേക്കറി ഐറ്റംസ്. ബക്ലാവ തന്നെ പലതരം, കോൺസ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ അവർ വെയ് ചെയ്ത് കൊടുക്കും. ആവശ്യമുള്ളത് ആൾക്കാരിങ്ങനെ വെയിറ്റ് എത്ര നോക്കിയിട്ട് വെയ് ചെയ്താണ് വാങ്ങുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിലത്തെ ഡിസ്പ്ലേ ഏരിയയാണ്. അപ്പോൾ രക്ഷയില്ലാത്ത ഡിസേർട്ട്സിൻ്റെ ഡിസ്പ്ലേ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് പോകും. ഇനി റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് മാർക്കറ്റ്, ചിലപ്പോൾ റൂമിൽ കയറാതെ തന്നെ മാർക്കറ്റ് ഏരിയ പോകും. തീരുമാനിച്ചിട്ടില്ല.
ടീമുണ്ട് ഇവിടെ. സുന്ദരിയുടെ കൂടെ നിൽക്കുമ്പോ സുന്ദരിയുടെ കൂടെ നിൽക്കുമ്പോ അയ്യോ അതെ, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞ് സൈനബാലി എത്ര വയസ്സ്? എത്ര 17 വർഷമായി പറഞ്ഞു. 17 വർഷങ്ങൾ ബന്ധം ആണ്. പാചകറാണി വന്നോട്ട് അറിയാം. ചീഫ് കുക്ക്. നല്ല വീതിയുള്ള റൂട്ട്സ് ആണ്. ആ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ടോട്ടൽ. നമ്മൾ ഗ്രൂപ്പിങ്ങനെ ഗ്യാങ് ആയിട്ട് നടക്കുകയാണ്. കസിൻ നമ്മൾ ബാബു എന്ന് വിളിക്കും, പ്രേം. അദ്ദേഹമാണ് ഈസ്റ്റ് വിങ്ങിന്റെ സൗത്ത് ഇന്ത്യ ഹെഡാണ്. അപ്പോൾ ഞങ്ങൾ അക്കമ്പനി ചെയ്യുന്നുണ്ട്. നമ്മൾ കസിൻസ് ആണ്. ഗോവിച്ചേട്ടൻ്റെ കസിനാണ്. മോളത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞത് കൂടെ പോയിരിക്കണം. ബാബു അപ്പൂപ്പൻ ബാബു അപ്പൂപ്പൻ. ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കും. ബസ് ഇസ് വെയിറ്റിംഗ്. നല്ല ക്ലൈമറ്റ്, നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ്. രാത്രി ആകുമ്പോഴാണ് ഒരു 14, 13 അല്ലേ ഡിപ്പാവുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, 16 ആ റേഞ്ചാണ്. കൂൾ. നമ്മുടെ ബസ് ഇസ് വെയിറ്റിംഗ്. നമുക്കൊരു ഗൈഡുണ്ട് ത്രൂ ഔട്ട്. ഷീ ഈസ് ദ ഗൈഡ് ഫോർ 5 days. കറൻസി അതായത് 100 നമ്മുടെ ഇന്ത്യൻ റുപ്പി 1 റുപ്പി കൊടുത്താൽ 152 സംതിങ് 150 സോം കിട്ടും. 152 എന്തോ കിട്ടും. അതായത് ഇപ്പോൾ ഒരു $100 മാറിയാൽ 12 ലക്ഷത്തി എത്രയാ? 150, ഓൾമോസ്റ്റ് 150. 150 മീൻസ് 150 സോമാണ് $1. 1 രൂപ. 150 സോമാണ് 1 രൂപ. അത്ര. അപ്പൊ ഇപ്പൊ ഒരു നമ്മൾ US ഡോളേഴ്സ് $1 എന്ന് പറയും. സോമാണ് ഇവിടുത്തെ കറൻസി. അപ്പൊ $100 മാറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 12 ലക്ഷത്തിൽ 500 ആണോ 400 ആണോ എല്ലാവർക്കും ലാവിഷായിട്ട് തരാൻ പോകണം. എല്ലാവർക്കും ലക്ഷങ്ങൾ തരാൻ പോകണം. കൺവേർഷൻ അതെ അതെ. $100 മേടിച്ചവർക്ക് 12 ലക്ഷത്തി സംതിങ് കിട്ടും. 12 ലക്ഷം കാൽക്കുലേഷൻ. അപ്പൊ നമ്മളിപ്പോ ലഞ്ച് കഴിച്ചത് ഒരാൾക്ക് എത്ര ആയിട്ടുണ്ടാവുന്ന? $4, $5 അത്രേ ഉള്ളൂ. $4 to $5 ആയിട്ടുള്ളൂ ഒരാൾക്ക്. 65,000 സോംസ്. 65,000 65,000 സോമാണ്. കൺവേർട്ട് ചെയ്ത് മതിയോ തന്നെ? യെസ്. ഇതിപ്പം 12 lakhs ആയി. 12 lakhs. ഞാൻ തരേണ്ടത് 12,760,000 ആണ്. സോംസ്. ഓക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും 12 ലക്ഷം രൂപ കിട്ടുകയാണ്. അയ്യോ, ലക്ഷം രൂപയല്ല, സോം. ഇവിടത്തെ നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ സോം 12 lakhs. $100 ആണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. 12.5 ലക്ഷം സോംസ് കിട്ടി. 12 lakhs വെച്ചോളൂ. 12 ലക്ഷം രൂപയാണ് ഇരിക്കുന്നത്. 12 ലക്ഷാധിപതിയായിരിക്കുകയാണ് ഗൈസ്. എന്ത് സുഖമല്ലേ ഇങ്ങനെ പൈസ സോംസ്. ഇതാണ് ഉസ്ബെക്കിസ്ഥാനിലെ കറൻസി. SOM എന്നാണ് പറഞ്ഞത്. സോം. $100 12 ലക്ഷം കാശ്, ദുട്ട്, പൈസ, മണി. അയ്യോ, ഇത് പറഞ്ഞു. സോമെല്ലാം അങ്ങനെ എല്ലാവരും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി ഇറങ്ങുന്നു. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. അത് എല്ലാവരും ഇറങ്ങി
അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യുവാണ്. ഇനി അടുത്ത് ഭക്ഷണം കഴിഞ്ഞു. ഇതാണ് ഹോട്ടൽ നീം, ബെന്റ്ലി ഹോട്ടൽ താഷ്കന്റ്. ഇവിടെ ഫ്ലെയിം റെസ്റ്റോറൻ്റ് ഉണ്ട്, കഫേ ഉണ്ട്, ഇൻഡോർ പൂൾ, മീറ്റിംഗ് റൂം, ജിം ആൻഡ് സ്പാ. ഓക്കെ ഫൈൻ. അവിടെ എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നമ്മളുടെ ടൂർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഹാപ്പി ആയിട്ട് പോവാണ്. എല്ലാവരും റിസപ്ഷൻ ഏരിയയിൽ കയറുന്നു, ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നു. കുടുംബങ്ങളും വളരെ എക്സൈറ്റഡ് ആണ്, ഇത്രയും അമ്മമ്മമാരെ കിട്ടി. സോ 303 നമ്മുടെ റൂം. ഐശ്വര്യമായി കയറുന്നു. കുഞ്ഞുമാവി ഇങ്ങനെ വരുന്നേ, നടന്ന് വരൂ റൂമിലേക്ക്. This is a beautiful room. Okay. നൈസ് പെയിൻറ്റിങ്. അനു ഇത് കണ്ടോ? അടിപൊളി പെയിൻറ്റിങ്, നല്ല ഭംഗിയുണ്ട്. ഇത് കൊള്ളാം, നൈസ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ട്വിൻ ഷെയറിങ് ബേസിസാണ്. ഇപ്പോൾ ഞാനും അനുക്കുട്ടിയും റൂം ഷെയർ ചെയ്യുന്നു, മോളും. ദേ ഒരാൾ അവിടെ തന്നെ ഇരിക്കുന്നു. ബാത്റൂം, വാഷ്റൂം. യെസ്, ഇവരെല്ലാം 4 സ്റ്റാർ ഫെസിലിറ്റീസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തുള്ള വ്യൂ നോക്കാം. റോഡാണ്. യെസ്, നമ്മുടെ വാഹനം അവിടെ കിടക്കുന്നുണ്ട്. ദിസ് ഇസ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദി ഹോട്ടൽ. Okay, this coach. Mama vilikkunnu. Mama. Yeah, mole. Mama. Pudu. ലഗേജ് എത്തി. ആക്ച്വലി നമ്മൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞപ്പോഴത്തേ ചെക്ക് ഇൻ ചെയ്തപ്പോൾ 5:30 ആയി. ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഇന്ന് പോകണില്ല, നാളെയാണ് പോകാൻ പോകുന്നത്. ഇന്ന് ചിലപ്പോൾ അല്ലാതെ ഏതോ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. ഒരു 1 hour നമുക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട് എല്ലാവരും ഒന്ന് ചോദിച്ചു. അപ്പോൾ 1 hour കഴിഞ്ഞിട്ട് നമ്മുടെ ഗൈഡ് ഉണ്ടാവും അവിടെ ലോബിയിൽ. ആഫ്റ്റർ 1 hour നമ്മൾ താഴെ പോകണമെന്നുള്ളവർക്ക് പോകാം, റെസ്റ്റ് എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. ലിഫ്റ്റിലാണ് ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നു. കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുന്നു. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഹായ് ഹായ് ഹായ്. ഗ്രൂപ്പ് പരിപാടി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും സോളോണാണല്ലേ, പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഈ ഗ്രൂപ്പ് പരിപാടി കൊള്ളാം. മാജിക് സിറ്റി. വാവ്, ഇറ്റ്സ് നൈസ്.
ദ മാജിക് സിറ്റി അടിപൊളിയാണ് കേട്ടോ, ഫെയറി ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഇത് ഇവിടുത്തെ ഒരു ന്യൂ സംഭവമാണ്, പക്ഷെ ഭയങ്കര സംഭവമാണ്, എല്ലാവരും ഭയങ്കര ഹിറ്റാണിത് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച്. ഇവിടെ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഗെയിം, ഒരു ഫൺ സിറ്റിയാണിത്. ഡിസ്നിലാൻഡിലൊക്കെ പോയി കാണുന്ന പോലെ കാസിലും ഒക്കെ ആയിട്ട് സ്വീറ്റ് ഷോപ്പ്, സ്വീറ്റ് സ്റ്റോർ, മാജിക് കാൻഡി ഷോപ്പ്, സ്വീറ്റ് കോൺ. ഇത് ഭയങ്കര ഒരു യൂറോപ്യൻ സ്റ്റൈലാട്ടോ. ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു യൂറോപ്പിലൊക്കെ പോകുന്ന പോലത്തെ ഫീലാണ്. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ കഫേ, ആ യൂറോപ്പിലെ പാറ്റേൺ, ആ സൈഡ് ഈ സൈഡൊക്കെ എന്ത് രസമായിരിക്കുന്നു. ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ, ബ്യൂട്ടിഫുൾ. ഇഷ്ടംപോലെ കഫേസ് കേട്ടോ ഇവിടെ. ഇത് കംപ്ലീറ്റ് ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ. ഒരു കുഴപ്പമില്ല. അയ്യോ ഭയങ്കര മിസ്സായി പോയനെ. സത്യം സത്യം. AC ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ തന്നെ മടിച്ചിരുന്നേനെ. റമീസ് കിച്ചൺ. $1.5 ലക്ഷം വീശിയത്. അതെ, $1.5 ലക്ഷം തീർത്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ 50,000 ഉള്ളൂ ബാക്കി. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, ഒരു 15 ഡിഗ്രി ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് നടക്കാണ്. ഇതിനെന്താ വില അറിയോ? ഇവിടുത്തെ രൂപയിൽ 5,000 സോംസ്. 5,000 സോം 5,000 രൂപ പോകണം. പക്ഷെ കറൻസി ഭയങ്കര
ഇവിടുത്തെ ഭയങ്കര കുറവല്ലേ, കറൻസിക്ക് വാല്യൂ കുറവാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനൊക്കെ ഭയങ്കര വാല്യൂ ടേസ്റ്റ്. അത് ഇങ്ങനത്തെ സാധനമൊക്കെ 5000 എന്ന് പറഞ്ഞാലും പേടിക്കണ്ട, വളരെ കുറവാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചേ ആവുള്ളൂ. വെരി ലേറ്റ്.